ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ജോലിയുണ്ട്, ഭയങ്കര തിരക്കാണ്. പക്ഷേ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റ സിമ്പിൾ ഐഡിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അല്ലേ, നമ്മളിൽ മിക്കവർക്കും ഈ അവസ്ഥ നന്നായിട്ടറിയാം. രാവിലെ മുതൽ രാത്രി വരെ ഓടുകയാണ്. പക്ഷേ ദിവസം സമയത്ത് നോക്കുമ്പോൾ എവിടെയും എത്തിയിട്ടില്ല എന്നൊരു തോന്നൽ. പക്ഷെ വിഷമിക്കേണ്ട, ഇതിനൊരു പരിഹാരമുണ്ട്. അതും വളരെ സിമ്പിളായ ഒരു പരിഹാരം. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ജീവിതത്തിൽ വലിയ വിജയം നേടാൻ നമുക്കെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയണമെന്നില്ല. സത്യം പറഞ്ഞാൽ അതല്ല വേണ്ടത്. പകരം ഒരൊറ്റ ചോദ്യം, ശരിയായ ആ ഒരൊറ്റ ചോദ്യം സ്വയം ചോദിച്ചാൽ മതി. അതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ ചോദ്യത്തിനൊരു പേരുണ്ട്, ഫോക്കസിംഗ് ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും ഒരു ടൂള് പോലെയാണ്. അസാധാരണമായ റിസൾട്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു സൂപ്പർ ടൂൾ. നമ്മുടെ ചിതറിപ്പോകുന്ന ശ്രദ്ധയെ ഒരു ലേസർ ബീം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. ശരി, അപ്പോൾ എന്താണ് ആ ചോദ്യം എന്നല്ലേ? ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ ചെയ്യേണ്ട ആ ഒരൊറ്റ കാര്യം ഏതാണ്? അത് ചെയ്താൽ മറ്റെല്ലാ കാര്യങ്ങളും ഒന്നുകിൽ എളുപ്പമാകും, അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടി വരില്ല. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഈ ഒരു ചോദ്യം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിലായാലും ജോലിയിലായാലും മുന്നോട്ടുള്ള വഴി ക്ലിയർ ആവാൻ. ഈ ചോദ്യത്തിൻ്റെ ഒരു ഭംഗി എന്താണെന്നറിയാമോ? ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ കരിയറിലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയണോ? ഈ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണോ? അവിടെയും ഇത് ഉപയോഗിക്കാം. സാമ്പത്തിക കാര്യങ്ങളിലോ ബന്ധങ്ങളിലോ എവിടെയും ഓരോ ഏരിയയിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റായ ആ വൺ തിങ് കണ്ടെത്താൻ ഇത് മാത്രം മതി. ഓക്കേ, അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ് അത് ചെയ്യാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ആ കാര്യം എന്താണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അല്ലേ? നമ്മുടെ വിൽ പവർ, അതായത് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനോബലം, അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 100% ചാർജ് ഉണ്ടാവും, ഫുൾ പവറിലായിരിക്കും. പക്ഷേ ദിവസം മുന്നോട്ട് പോകുന്തോറും ഓരോ മെസ്സേജ്, ഓരോ ഫോൺ കോള്, ഓരോ ചെറിയ ചെറിയ ജോലികൾ, അങ്ങനെ ചാർജ് കുറഞ്ഞു വരും. അതുകൊണ്ട് ആ ഫുൾ ചാർജ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുക? വളരെ സിമ്പിളാണ്. 2 സ്റ്റെപ്പേ ഉള്ളൂ. 1, ആ ദിവസത്തെ നിങ്ങളുടെ വൺ തിങ് എന്താണെന്ന് തീരുമാനിക്കുക. 2, രാവിലെ എഴുന്നേറ്റ് മറ്റെന്ത് ചെയ്യുന്നതിന് മുൻപ്, അതെ, ഇമെയിൽ നോക്കുന്നതിനും ഫോൺ എടുക്കുന്നതിനും മുൻപ് ആദ്യം തന്നെ ആ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് എനർജി നിങ്ങളുടെ ബെസ്റ്റ് കാര്യത്തിനു വേണ്ടി മാറ്റിവെക്കുക. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളോട് യെസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളോട് നോ എന്ന് പറയാൻ പഠിക്കണം. മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി നമ്മൾ പലതിനും യെസ് പറയും. പക്ഷേ ഓർക്കുക, ഇല്ല എന്ന് പറയാനുള്ള കഴിവ് അതൊരു സാധാരണ കഴിവല്ല, അതൊരു സൂപ്പർ പവറാണ്. ശരി, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാഠം നമ്മുടെ ശ്രദ്ധയ്ക്ക് ഇന്ധനം കൊടുക്കുന്നതിന് പറ്റി. ഓക്കെ, നമുക്ക് ഫോക്കസ് ചെയ്യണം. അതിന് രാവിലെ സമയം മാറ്റിവെക്കാനും നമ്മൾ റെഡിയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യാനുള്ള എനർജി അതെവിടുന്ന് കിട്ടും? അതിന് വളരെ സിമ്പിളായൊരു വഴിയുണ്ട്. അതെ, 8 മണിക്കൂർ ഉറക്കം. ഇത്രയുള്ളൂ. നമ്മളിൽ പലരും ജോലി തിരക്ക് കാരണം ഉറക്കം കുറക്കാറുണ്ടല്ലേ? പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിനും ശരീരത്തിനും റീചാർജ് ചെയ്യാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ഓർക്കുക, ഉറക്കമെന്ന് പറയുന്നത് ഒരു ലക്ഷറിയല്ല, അത് നിങ്ങളുടെ വിജയത്തിന് അത്യാവശ്യമായൊരു കാര്യമാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഓരോ ദിവസത്തെയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിലേക്ക് പോവാം. ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും. ജീവിതാവസാനത്തിൽ ആളുകളോട് അവരുടെ ഏറ്റവും വലിയ ഖേദം എന്താണെന്ന് ചോദിച്ചാൽ അവരൊരിക്കലും അവർ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയല്ല പറയുക. പകരം ചെയ്യാൻ ധൈര്യമില്ലാതെ പോയ കാര്യങ്ങളെപ്പറ്റിയാണ്. എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റിയില്ല, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ കഴിഞ്ഞില്ല, ഇങ്ങനെയുള്ള ഖേദങ്ങൾ. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൺ തിങ് ഓരോ ദിവസവും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഖേദങ്ങളെ ഓരോന്നായി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണോ അതിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി കിട്ടും. ആ സംതൃപ്തിയാണ് ഖേദങ്ങളില്ലാത്ത ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു തരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയുണ്ട്. ഒരച്ഛൻ തൻ്റെ മകൻ്റെ കയ്യിൽ കീറിപ്പറിഞ്ഞ ഒരു ലോകത്തിൻ്റെ ഭൂപടം കൊടുത്തിട്ട് അതൊന്ന് ശരിയാക്കാൻ പറഞ്ഞു. കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. പക്ഷേ ആ മാപ്പിൻ്റെ പുറകിൽ ഒരു മനുഷ്യൻ്റെ പടം ഉണ്ടായിരുന്നു. ആ കുട്ടി എന്തു ചെയ്തെന്നോ? അവൻ ആ മനുഷ്യൻ്റെ പടം ശരിയാക്കി. അപ്പോൾ ലോകത്തിൻ്റെ ഭൂപടം തനിയെ ശരിയായി. ഇതിലെ പോയിന്റ് വളരെ സിമ്പിളാണ്. നമ്മളെ തന്നെ ശരിയാക്കുമ്പോൾ നമ്മുടെ ലോകം തനിയെ ശരിയാകും. ആ ശരിയാക്കലാണ് നമ്മുടെ വൺ തിങ്. അപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിച്ചു.
ഇനി ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ആ ഫോക്കസിംഗ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഓർത്തു നോക്കൂ. എന്താണ് നിങ്ങളുടെ വൺ തിങ്? ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ആ ഒരൊറ്റ കാര്യം എന്താണ്? ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ ചലഞ്ചാണ്. ഇത് കേട്ടുകഴിഞ്ഞ ഉടനെ ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ വൺ തിങ് എന്താണെന്ന് എഴുതുക. ഒരുപാട് ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. മനസ്സിൽ ആദ്യം വരുന്നതെന്താണോ അത് എഴുതുക. എന്നിട്ട് നാളെ രാവിലെ മറ്റെല്ലാത്തിനും മുൻപ് അത് ചെയ്യാനായി നിങ്ങളുടെ കലണ്ടറിൽ ഒരു ടൈം ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, വലിയ നേട്ടങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ആ ഒരൊറ്റ ശരിയായ കാര്യം ചേർത്തുവെച്ച് പതുക്കെ പതുക്കെ കെട്ടിപ്പടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വൺ തിങ് കണ്ടെത്തുക, നിങ്ങളുടെ ജീവിതം അതിലൂടെ കെട്ടിപ്പടുക്കുക. നന്ദി.